ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ ശ്രീകാന്തിൻ്റെ ചതികളെല്ലാം വേദ അറിയിക്കുന്നുണ്ട്. കളിപ്പടങ്ങാതെ വിക്രം ചോദിക്കാനായിട്ട് പുറത്തേക്ക് പോവാനൊരുങ്ങുന്ന വിക്രമിനെ തടഞ്ഞോണ്ട് വേദ പറയും, വിക്രം ഇപ്പോൾ അത് ചെയ്യരുത്, സാവകാശം വേണം, എല്ലാവരെയും ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും, എല്ലാ ചെയ്ത തെറ്റിനും ശിക്ഷ അനുഭവിക്കേണ്ടി വരും, എൻ്റെ ഏട്ടനാണെന്ന ഒരു അതുപോലും ദയപോലും ഞാൻ കാണിക്കില്ല, അങ്ങനെ വിട്ടാൽ പറ്റില്ല, എൻ്റെ അച്ഛനെ നേരെ അവൻ്റെ കൈ ഉയർന്നെങ്കിൽ ആ കൈ ഞാൻ വെട്ടുക തന്നെ ചെയ്യും. വിക്രു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അങ്ങനെ വേദ അവനെ എങ്ങനെ അനുയായിപ്പിക്കുമെന്നറിയാതെ അവനെ പിടിച്ചു നിൽക്കാം. അങ്ങനെ രണ്ടുപേരും പരസ്പരം മറന്ന് കെട്ടിപ്പിണർന്ന് നിൽക്കായിരിക്കും. ആ ഒരു സമയത്ത് വിക്രമിന് വേദയോടുള്ള സ്നേഹവും വേദയ്ക്ക് വിക്രമിനോടുള്ള സ്നേഹവും അവിടെ വഴിഞ്ഞൊഴുകാണ്. അവർ രണ്ടുപേരും മധുവിധു ആഘോഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവർ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം. അങ്ങനെ വിക്രമിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വിക്രമാണെങ്കിലോ ആ സമയത്ത് ശ്രീകാന്തിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. സകലതും വികേത പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സമാധാനിപ്പിച്ച് നിർത്താം. എത്രയും പെട്ടെന്ന് എല്ലാ തെളിവുകളും ശേഖരിച്ച് വരുണിൻ്റെ കൊലപാതകം കണ്ടുപിടിക്കണം. ഇപ്പോൾ വിക്രമാണ് അത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരും എല്ലാവരും നടക്കുന്നത്. വിക്രമല്ല അത് ചെയ്തെന്ന് ബോധ്യപ്പെടുത്തണം. അതോടുകൂടെ എൻ്റെ ഏട്ടൻ്റെ കളികളെല്ലാം പുറത്തറിയണം. ഇനി ഒരിക്കലും അച്ഛൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഞാൻ തയ്യാറല്ല. അച്ഛനോട് എല്ലാം തുറന്ന് പറയണം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് വേദ വിക്രമിനെ അറിയിക്കാണ്. അങ്ങനെ വീണ്ടും വിക്രം ആ വീട്ടിൽ തന്നെ പഴയതുപോലെ തുടരുന്നുണ്ട്. ആ ഒരു സമയത്താണ് വീണ്ടും വേദ കോടതിയിൽ പോയിട്ട് വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും വിക്രമിന് പ്രൊട്ടക്ഷൻ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജാമ്യാപേക്ഷ അവിടെ അപേക്ഷിക്കുന്നുണ്ട്. ഇതറിഞ്ഞ ശ്രീകാന്തിനങ്ങ് ദേഷ്യം വരാം. അപ്പോൾ അവൾക്കറിയാം അവൻ എവിടെയാണ് ഒളിച്ചിരിപ്പുണ്ടെന്ന്. അവൾ തന്നെയായിരിക്കും അവനെ ഒളിപ്പിച്ചിട്ടുണ്ടാവുകയെന്ന് ജയശേഖരൻ പറയുമ്പോൾ അതെ, അവൾക്കറിയാം. പക്ഷേ ആ വീട്ടിൽ അവനില്ല. പിന്നെ അവൾ എവിടെയായിരിക്കും അവനെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക? 24 മണിക്കൂറും അവൾ ആ വീട്ടിൽ തന്നെയുണ്ട്, ജോലിക്ക് പോലും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന് എവിടെയായിരിക്കും? വ്യക്തമായിട്ട് വേദക്കറിയാം അവൻ എവിടെയാണെന്ന്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനൊരു നീക്കം സംഭവിച്ചതെന്ന് ജയശേഖർ പറയുന്നുണ്ട്. എന്തായാലും അവളുടെ ആ കള്ളക്കളി അധികം വൈകാതെ പുറത്തറിയും. ആ വാസവന്റെ കയ്യിൽ പെട്ടാലേ അവനെ ഒരിക്കലും വെച്ചേക്കില്ല. പക്ഷേ വാസവന് പുളിക്കലിനെ തിരഞ്ഞ് അന്വേഷിച്ച് നടക്കാണല്ലോ. പുളിക്കൻ നമ്മളെ ചതിക്കോ? ഇല്ല. പുളിക്കനെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവന് പുറലോകം കാണാൻ പാടില്ല. ഒരു വിധത്തിലും നമ്മളെ ആരും സംശയിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പുളിക്കനെ അന്വേഷിച്ച് വാസവന്റെ ആളുകളും രാജേട്ടനും ജോസഫും ഒക്കെ നിറഞ്ഞു നടക്കാണ്. അങ്ങനെ അവരുടെ കയ്യിൽ പുളിക്കൻ അകപ്പെടുന്നുണ്ട്. അവര് പുളിക്കനെ തടവിലാക്കിയതിന് ശേഷം വാസവനെ വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാസവൻ അവിടേക്ക് വരുന്നുണ്ട്. വാസവനാണെങ്കിലോ പുളിക്കൻ ആ സമയത്ത് വിക്രമിൻ്റെ പേര് തന്നെ പറയാണ്. പച്ചക്കള്ളമാ ഇത്രയും നേരം അവൻ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തെന്നാ ഞങ്ങളോട് പറഞ്ഞത്. സാറിനെ കണ്ടപ്പോൾ അവൻ വാക്ക് മാറിയതാ. പുളിക്ക, നീ കള്ളം പറയുകയാണെങ്കിൽ മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നീ കള്ളം പറയുകയാണെങ്കിൽ നിന്നെ പിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പുളിക്കന് 2 കൊടുക്കുമ്പോൾ പുളിക്കൻ ശ്രീകാന്തിൻ്റെ പേര് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആകെ പെട്ട പോലെയാണ്. ആ ഒരു സമയത്ത് വേദയുടെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ശ്രീകാന്ത് അവിടേക്ക് വന്ന് പുറത്തിങ്ങനെ മറഞ്ഞു നിൽക്കായിരിക്കും. വേദയും വിക്രമും സംസാരിക്കുന്ന കേട്ടതും നെട്ടലോടുകൂടെ ആ കഥക് തട്ടുന്നുണ്ട്. അപ്പോൾ അവൻ ഇതിനുള്ളിലുണ്ട്. ഇത്രയും കാലം അവനെ എല്ലാവരുടെ കൺമുമ്പിൽ നിന്നും മറച്ചു വെച്ചത് ഇവൾ എങ്ങനെയായിരിക്കും? അങ്ങനെ വേദ കഥക് തുറക്കെന്ന് പറഞ്ഞ് ശ്രീകാന്ത് പുറത്തു നിന്ന് കഥകിൽ തട്ടാണ്. ആ സമയത്ത് വേദ കഥക് തുറക്കുന്നുണ്ട്. എന്ത് വേണം നിങ്ങൾക്ക്? ആരാ അകത്ത്? സംസാരം ഞാൻ കേട്ടല്ലോ. ആരെങ്കിലും ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? എൻ്റെ റൂമിൽ അങ്ങനെ പലരും ഉണ്ടാവും, നിങ്ങളത് അന്വേഷിക്കേണ്ട കാര്യമില്ല എടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവൾക്ക് നേരെ കയ്യൊങ്ങുമ്പോൾ വേദ പറയും, നിങ്ങളെന്നെ അടിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ കൈ എൻ്റെ ദേഹത്ത് വീണാൽ അത് അറക്കും. അത്രയും വൃത്തികെട്ടവനാ നിങ്ങളെന്ന് പറയുന്നുണ്ട്. എടി, നീ അവനിവിടെ ഒളിപ്പിച്ചിട്ടുണ്ടേ, അത് എനിക്കറിയാം. അവൻ്റെ ശബ്ദം ഞാൻ കേട്ടതാ. ആയിക്കോട്ടെ, ഞാൻ വിക്രമിനെ ഇവിടെ ഒളിപ്പിച്ചു, അതിന് നിങ്ങൾക്ക് എന്താ? വേദ ഇനി വിക്രമിനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല എന്ന മട്ടിൽ തന്നെയാട്ടോ സംസാരം. കാരണം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പേപ്പർ റെഡിയാക്കി ജാമ്യത്തിന് അപേക്ഷയും നൽകി വിക്രമിനുള്ള എല്ലാ സുരക്ഷിതവും ഉറപ്പാക്കിയതിന് ശേഷം തന്നെയാണ് വേദ ശ്രീകാന്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ വേദയെ തല്ലാനായിട്ട് ഒരു ഫ്ലവർ വേസ് എടുത്ത് അവൾക്ക്
നേരെ എറിഞ്ഞതും പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലവർ വേസ് തട്ടിത്തെറിപ്പിക്കാണ് വിക്രം. എന്നിട്ട് വിക്രം പുറത്തേക്ക് വരുന്നുണ്ട്. ഓഹോ, നീ അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതേടാ, നിന്റെ മൂക്കിന് കീഴെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ സുഖമായിട്ട് എൻ്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞു. അതിന് നിനക്കെന്താടാ? എന്നെയും ഇവളെയും പിരിക്കാനാണല്ലോ നീ എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുമെന്ന് ഭീഷണി പറഞ്ഞോണ്ട് ദേ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവളുടെ കൂടെ ഞാൻ ഈ റൂമിൽ കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അങ്ങനെയും പറഞ്ഞ് വിക്രം അവൻ്റെ നേരെ മുഷ്ടി ചുരുക്കുമ്പോൾ ശ്രീകാന്ത് അവൻ നേരെ പാഞ്ഞു വരികയാണ്. എന്നെ തൊട്ടുപകരുത്, എൻ്റെ അച്ഛനെ കൊല്ലാൻ നിന്റെ കൈ ഉയർന്നെങ്കിൽ ആ കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഹാളിലെ എല്ലാവരും പത്മയും ശങ്കരനാരായണനും എല്ലാം അവിടെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്താണ് വളരെ ശബ്ദവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ അവർ കേൾക്കുന്നത്. ശ്രീകാന്ത് മുമ്പിൽ വന്ന് നിന്നതും ശങ്കരനാരായണൻ ആകെ നെടലോടെ നിൽക്കുക. വിക്രമിനെ അവിടെ കണ്ടതും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അച്ഛാ, ഇവളുണ്ടല്ലോ ഈ കൊലയാളിയെ ഈ വീട്ടിൽ താമസിപ്പിച്ച നമ്മളെല്ലാവരെയും കമ്പളിപ്പിച്ചോണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയം ശ്രീകാന്തിനെയും ശങ്കരനാരായണൻ എല്ലാവരെയും മാറി മാറി നോക്കുക. ശങ്കരനാരായണൻ ഒന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് വിക്രം, എന്തായത്? നീ എവിടെയായിരുന്നു? സോറി അച്ഛാ, വിക്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിക്രം വരുണിനെ ഒരിക്കലും കൊലപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് വിക്രമിനെ ഞാൻ രക്ഷിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരിക്കലും അച്ഛനോടോ അമ്മയോടോ അനീതി കാണിക്കാൻ വേണ്ടിയല്ല എന്ന് വേദ പറയുന്നുണ്ട്. വാസവൻ കൊല്ലാൻ നോക്കിയപ്പോൾ കാലിന് മുറിവ് പറ്റി. മറ്റൊരു വഴി ഇല്ലായിരുന്നു എനിക്ക്. രക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നു എന്ന് വേദ തൻ്റെ നിലപാട് പറയുന്നുണ്ട്. വിക്രമിനെ ഉപേക്ഷിച്ചല്ല അച്ഛ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്നത്. വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. വിക്രമിൻ്റെ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ശ്രീകാന്തും ഇയാളുടെ അമ്മായി അച്ഛനും കൂടെയാണെന്ന കാര്യം വേദ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വരുണിൻ്റെ കൊലപാതകത്തിന് പിന്നിലും ഈ നിൽക്കുന്ന ശ്രീകാന്ത് എന്ന തൻ്റെ ആങ്ങളെ തന്നെയാണ്. വരുണിനെ കൊലപ്പെടുത്തി ആ കുറ്റം വിക്രമിൻ്റെ തലയിൽ കെട്ടിവെക്കണം. അന്ന് രാത്രി പുളിക്കനെ വിളിച്ച് സംസാരിക്കുകയും പുളിക്കനെ കൊണ്ട് വിക്രമാണ് അത് ചേർന്ന് പറഞ്ഞതെല്ലാം ഇതാ ഇയാളും ഇയാളുടെ ഭാര്യയുടെ അച്ഛനും കൂടെയാണെന്ന് വേദ വ്യക്തമാക്കി പറയുന്നുണ്ട്. ശ്രീകാന്തിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഓർത്തതും ശങ്കരനാരായണൻ ആകെ ഷോക്കായി നിൽക്കാണ്. തൻ്റെ മകൻ ഇത്രയും വലിയ ക്രിമിനലാണോ എന്ന് പോലും അയാൾക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്താ മോളെ ഇത്? വിക്രമിനെ നീ വീട്ടിൽ താമസിപ്പിച്ചു. അന്ന് പോലീസുകാർ വന്നെങ്കിൽ വിക്രമിനെ പിടിച്ചിരുന്നെങ്കിൽ എന്താവായിരുന്നു നിന്റെ അച്ഛൻ്റെ അഭിമാനം? അമ്മേ, അന്നേരത്ത് ഞാൻ അതൊന്നും ചിന്തിച്ചില്ല. പക്ഷേ പോലീസുകാർ വിക്രമിനെ കണ്ടില്ലല്ലോ. അതിൻ്റെ പിന്നിലും ഇയാളാണ്. പോലീസുകാർക്ക് ഒറ്റുകൊടുത്തതും ഈ വീട് സെർച്ച് ചെയ്യാൻ പറഞ്ഞതും ഇയാൾ ഒറ്റൊരുത്തനാണെന്ന് വേദ പറയുന്നുണ്ട്. ശങ്കരനാരായണൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയില്ലായിരുന്നു. മാഷിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും വേദയെ അതും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യവും ശങ്കരനാരായണൻ അറിഞ്ഞതോടുകൂടി തൻ്റെ മകൻ്റെ മേലുണ്ടായിരുന്ന സകല വിശ്വാസങ്ങളും പോയി. അയാൾ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു നിൽക്കുക. ശ്രീകാന്തിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറുന്നുണ്ട്. ശ്രീകാന്ത് എന്ന തൻ്റെ മകൻ നല്ലവനാണെന്ന് താൻ തെറ്റിദ്ധരിച്ചു പോയി. ഇത്രയും വലിയ ഒരു ക്രിമിനലിൻ്റെ അച്ഛനാണല്ലോ ഞാൻ. വരുണിനെ കൊല്ലാൻ മാത്രം വിക്രമിൻ്റെ പേരിലേക്ക് ആ കൊലപാതകം ഇടാൻ മാത്രം ഇവൻ വളർന്നോ? അങ്ങനെ കിടന്നിടത്തുനിന്ന് ശ്രീകാന്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ശങ്കരനാരായണ എടനാറി, സ്വന്തം കുടുംബത്തിനെ തന്നെ നീ പാരയാവുന്നോ? സ്വന്തം പെങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെയാടാ തോന്നിയത്? നിന്റെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുമെന്ന് കരുതിയാണോ ഇനി ഒരു നിമിഷം നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ സ്കോളറിൽ പിടിച്ച് പുറത്തേക്ക് തള്ളാണ്. ആ സമയത്ത് ഈ ഒരു ഗുണ്ടയ്ക്ക് വേണ്ടിയാണോ അച്ഛൻ എന്നെ പറയുന്നത്? ഇവളും ഇവനും കൂടെ ചേർന്നിട്ട് നടത്തിയ നാടകമാ ഇതെല്ലാം. എന്നാൽ അതൊന്നും എല്ലാ തെളിവുകളും ദീപ്തി വന്ന് അച്ഛൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്. അച്ഛൻ വിശ്വസിക്കരുത്. ശ്രീയേട്ടൻ്റെ എല്ലാ കളികളും എനിക്കറിയാം. എൻ്റെ വരുണനെ കൊന്നതും വേദേച്ചിയുടെ ജീവിതം തകർക്കാൻ നോക്കിയതും ഈ ശ്രീയേട്ടൻ തന്നെയാണ്. ഇയാൾക്കൊരു കുഞ്ഞുള്ള കാര്യം പോലും ഇയാൾക്ക് ഓർമ്മയില്ല. ഇയാളും ഇയാളുടെ ഭാര്യയുടെ അച്ഛനും കൂടെയാണ് ഈ കളികളെല്ലാം ചെയ്തത്. അങ്ങനെ ദീപ്തി തന്നെ എല്ലാ തെളിവുകളും ശ്രീകാന്തിനെതിരെ നിരത്തുന്നുണ്ട്. ശ്രീകാന്തിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാണ് ശങ്കരനാരായണൻ.